മരത്തിൻ്റെ ഇല പൊഴിയുന്ന രീതിയിൽ ദോഷവും പൊഴിയുന്നു ജസദിന് വന്നു എന്നാൽ രോഗവും എന്നുള്ളതും തിരുവചനമിൽ കാണുന്നതാ. അത് ഇബ്നു മസ്ഊദാൽ റിവായത്തുള്ളതാ. ദാവൂദ് നബി ചോദിച്ചിലാഹി എന്താ, മുസീബത്തിൽ ക്ഷമിച്ചാൽ കൊടുക്കൽ അന്താ, ധരിപ്പിക്കുമേ ഞാൻ അവന് ഈമാൻ എന്ന വസ്ത്രം അതും ഉരിയാതിരിക്കൽ തന്നെ. ഒരു മുഅ്മിനായവനിൽ ഭവിച്ചു വിപത്തുകൾ, അത് മുള്ളുകൊണ്ടാണെങ്കിലും ശരി ജസദുകൾ പൊറുക്കപ്പെടും അതുകൊണ്ടവൻ്റെ ഖതീഅത്ത് എന്നും ബുഖാരിയിൽ വന്നതാണ് റിവായത്ത്. ചോദിച്ചു മൂസ നബി, ഇലാഹി സ്വർഗമിൽ നിനക്കിഷ്ടമുള്ളൊരു ഭവനമേതാ? ഭവനമിൽ ഹദീറത്തുൽ ഖുദ്സാണ് ഭവനമിൽ നിന്ന് എനിക്കേറ്റം ഇഷ്ടം സ്വർഗമൻസിലിൽ നിന്ന്. ആരാണിലാഹി ചെന്നതിൽ വസിക്കുന്നത് എന്നാണ് പിന്നീടന്ന് ചോദ്യം ചെയ്തത്. മസായിബിൻ്റെ അഹ്ലാണ് മൂസ എന്ന് റബ്ബിൻ്റെ പക്കൽ നിന്ന് മറുപടി വന്ന്. മസായിബിൻ്റെ അഹ്ലെന്നു വെച്ചാൽ ആരത് എന്നുള്ള വിവരവുമാണ് എനിക്കിനി വേണ്ടത്. സബറു അവർക്ക് പരീക്ഷണം വന്നെത്തിയാൽ, ശകറു അനുഗ്രഹം ഞാൻ അവർക്കും നൽകിയാൽ, മുസീബത്തെന്തോ വന്നു എന്നാൽ ഇന്ന ലില്ലാ മുതൽ പറയുന്ന പതിവും തന്ന. ഈ മൂന്ന് സൽഗുണം ആരിലുണ്ടവർക്കുണ്ട്, പ്രസ്തുത മനാസിലിലേക്ക് സ്വാഗതമുണ്ട്. നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 56-ാം പേജ് 1 വന്നതാ. മരീദിനുള്ള അനീന് തസ്ബീഹാണ്, സുഹൃത്തുക്കളെ സ്വൈഹത്ത് തഹ്ലീലാണ്. ഉറക്കം ഇബാദത്താണ്, ശ്വാസം ധർമ്മമാ, ഇരു സൈഡ് മറിയൽ ഫീ സബീലിൽ യുദ്ധമാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. നുസഹത്ത് 57:1 വന്നതാ. ദാവൂദ് നബിക്കൊരു കുട്ടി മരണപ്പെട്ടുപോയി. അതു കാരണം നബി ഏറെ വ്യസനം പൂണ്ടതായി. കുട്ടിക്ക് സാമ്യപ്പെട്ടതെന്താണെന്ന് ചോദിച്ചു ജിബ്രീൽ വന്നിലാഹിൽ നിന്ന്. ഈ ഭൂമി മുഴുവൻ നിറയണം സ്വർണ്ണത്തിനാൽ, അത് ചെലവ് ചെയ്യണം നിന്റെ പാതയിൽ ഹുബ്ബിനാൽ. കുട്ടിക്ക് പകരമിതാണ് റബ്ബേ വേണ്ടത് എന്നാണ് നബിയിൽ നിന്ന് അന്നുണ്ടായത്. ഈ ഭൂമി നിറയത്തക്ക രീതിയിൽ അന്ന് നിനക്കുണ്ട് പകരം പ്രതിഫലം വരുന്നന്ന് എന്നുള്ളതും ദാവൂദ് നബിയോടന്ന് അല്ലാഹു ജല്ല ജലാലവൻ പറയുന്നു. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 76-ാം പേജ് അതിൽ വിവരിച്ചതാ. മുസീബത്തെന്തോ വന്നു എന്നാൽ റബ്ബന എന്നിട്ടു പറയവനോട് അന്യവരെന്തിനാ, നീ അന്യനോട് പറഞ്ഞു എന്നാൽ പിന്നെ രുചിയില്ല നിന്റെ അഅ്മാലിനൊന്നും തന്നെ, അനർത്ഥങ്ങളൊന്നും ഇല്ല മുഴുവൻ നിഅമത്താ, എന്നായിരുന്നീ ലോകമെങ്കിൽ ജന്നത്താ. അബ്ദുൽ അസീസ് ഇബ്നു ഉമറാണ് ഇത് സുഹൃത്തുക്കളെ ചിന്തിക്കുവാൻ പറയുന്നത്. ഒരു 4 കാര്യം സ്വർഗനിധിയിൽപ്പെട്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അതിലൊന്ന് ധർമ്മം ഗൂഢമായി ചെയ്യുന്നതാ, റബ്ബിൻ്റെ കോപം തടയുവാൻ ഉതകുന്നതാ, അർശിൻ്റെ തണലും മഹ്ശറിൽ കിട്ടുന്നതാ, മീസാനിലേറ്റം ഭാരവും തോന്നുന്നതാ. അടുപ്പിക്കലും കുടുംബങ്ങളെ രണ്ടാണതിൽ, ഇരുലോക നഷ്ടം വന്നിടും വെറുക്കുന്നതിൽ. ലാ ഹൗല 3-ാമത്തതാണത് കൊണ്ട് ചൊല്ലുന്ന പക്ഷം ഭാഗ്യവും പെരുത്തുണ്ട്. മുസീബത്തും മറക്കുന്നതും 4ആണ്, ആരും അതറിയാതാക്കലും നന്നാണ്. മിസ്ബാഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 91-ാം പേജ് 1 വന്നതാ.